നന്മ 24ലേക്ക് സ്വാഗതം. തൃക്കാക്കര MLA ഉമാ തോമസ് ഏർപ്പെടുത്തിയ PT തോമസ് എക്സലൻസ് അവാർഡ് 2024 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സിൽ തിരുവോണം മതിലുകളില്ല ഓണം വീണ്ടും വരുമെന്നോതും മനമോടെ ഓണപ്പുലരിൽ കോടിയുടുക്കും മാവണി മക്കൾ കുഞ്ഞു പൂക്കൾ ഊഞ്ഞാലാട്ടാൻ പൊൻകുടി കൊട്ട ഓണം വരവായി. തിരുമുറ്റത്ത് ഒന്നിച്ചൊത്തു രസിക്കേണ്ടേ മനസ്സിൽ തിരുവോണം മതിലുകളില്ല ഓണം വീണ്ടും വരുമെന്നോതും മനമോടെ ഓണപ്പുലരിൽ കോടിയുടുക്കും മാവണി മക്കൾ കുഞ്ഞു പൂക്കൾ ഊഞ്ഞാലാട്ടാൻ പൊൻകുടി കൊട്ട ഓണം വരവായി. എഡ്യൂക്കേഷൻ എക്സലൻസി അവാർഡ് എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തപ്പെടുന്നത് PT തോമസ് ഫൗണ്ടേഷൻ നേതൃത്വം കൊടുത്ത് സുമനസ്സുകളായ ഒരുപാട് പേരുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഈ പരിപാടി എനിക്ക് നടത്തുവാൻ കഴിയുന്നത്. ഏറ്റവും വലിയ സന്തോഷം PT നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന PT വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് തുടർന്ന് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം എന്നിലുണ്ടായത്. പിടിയുടെ പഠനകാലം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പഠനകാലം പിന്നിട്ടത്. നിങ്ങൾക്ക് സങ്കല്പിക്കുന്നത് വ്യത്യസ്തമായി നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ യാത്രാ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിന് ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് 15 കിലോമീറ്ററോളം നടന്നാണ് PT തോമസ് അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇന്നൊരു വളരെ ഇമ്പോർട്ടന്റ് ഡേ ആണ്. ഇന്ന് ഹോളിഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഗുരുദേവന്റെ സമാധി ദിവസമാണ്. ഇന്ന് രാവിലെ ഞാൻ ഗുരുദേവന്റെ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ശ്രീനാരായണ സേവാ സെന്ററിന്റെ ഒരു പ്രോഗ്രാം, അത് 1-2 പേര് അതിലുണ്ടായിരുന്ന ആൾക്കാരോട് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ പോയി അവിടെ പലതും കേട്ടു, ഞാൻ പ്രസംഗിക്കുകയും ചെയ്തു. അത് തന്നെ നിവൃത്തിയില്ലാത്തതാണ്. പക്ഷെ കുറേ നല്ല കാര്യങ്ങൾ കേൾക്കുവാനും എനിക്ക് സാനുമാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും എന്താ പറയുക എക്സംപ്ലറി ടീച്ചർ എന്ന് പറയുന്ന നമ്മൾ ടീച്ചേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥനായിട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ല സാനുമാഷ് എന്നെക്കാട്ടും 40-42 കൊല്ലം പ്രായം കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല മാഷ്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരു ഗുരുദേവനെ പോലെ കാണുന്നതാണ്. ഇന്ന് രാവിലെ നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെ ഓർമ്മകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രൈമറി ഫോക്കസ് ഉള്ളത് വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പോൾ ഇന്ന് MLA ഉമാ തോമസ് ഇങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുത്തതാണെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ അത് ഏറ്റവും ഉചിതമാണ്, അല്ലെങ്കിൽ അത് വളരെ നല്ലൊരു കോയിൻസിഡൻസ് ആണ്.
കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ മാത്രമുള്ളതല്ല. ഇന്ന് രാവിലെ ഞാനത് പറഞ്ഞു. അപ്പോൾ വിദ്യ അഭ്യസിക്കുന്നത് നമ്മുടെ ജീവിതം വെച്ചിട്ടാണ്. നമ്മൾ ജനിച്ച മുതൽ മരണം വരെ നമ്മൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്ന ആൾക്കാരായിട്ട് തന്നെ നമ്മൾ എപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ക്ലാസ് റൂമിൽ 4 വാൾസിനകത്തുള്ളതാണ് വിദ്യ എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഇത്ര ആൾക്കാരെ സത്യം പറഞ്ഞ് ഞാനിത് ഇന്ന് കയറി വരുമ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ ഞാനിത് എൻ്റെ 3ാമത്തെ മറ്റോ ഇവൻ്റാണ്. ഓരോ പ്രാവശ്യം വരുമ്പോൾ സത്യം പറഞ്ഞ ഹാളിൽ കാണാൻ നമ്മളൊന്നും ചെയ്തില്ല. കാരണം അത്രയധികം ആൾക്കാർ. അപ്പോൾ എന്നോട് ഇപ്പോൾ MLA പറഞ്ഞത് 2500 പേരാണ് കപ്പാസിറ്റി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള നമ്മൾ സിനിമ തിയേറ്ററിൽ ഇരിക്കുന്ന പോലെ ഇവിടെ നിന്ന് വന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവണമെന്നില്ല. ഇവിടെ വന്ന് ഇവിടെ നിന്നുള്ള വ്യൂ കാണുമ്പോഴാണ് അത് എത്ര ഗംഭീരമാണ് ഈ ഓഡിയൻസ് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇറ്റ് ഇസ് എ വണ്ടർഫുൾ ഓഡിയൻസ്. ഞാൻ വളരെ ചുരുക്കം ഇങ്ങനത്തെ ഓഡിയൻസിനെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത് രാജഗിരിയുടെ വിദ്യാരംഭത്തിന് വേണ്ടി തന്നെയാണ്. ഇവിടെ ഫാദർ വിളിച്ചു വന്നതാണ്. ഇന്നും നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് വിദ്യാലയ ആരംഭം തന്നെയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്ന പിള്ളേരാണ്. നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് സ്റ്റെപ്പിംഗ് ഇൻ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതം എന്ന് പറയുന്നത് അത് വിദ്യ അഭ്യസിക്കുന്നത് തന്നെയാണ് ജീവിതം. എഡ്യൂക്കേഷൻ തന്നെയാണ് ജീവിതം. ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാവുമെന്ന് തീരുമാനിക്കുന്നത് മുമ്പത്തെ ജനറേഷനാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഇവിടെ കാണുന്ന ഈ ബ്രില്യൻ്റായിട്ടിരിക്കുന്ന ഓരോ കുട്ടിയും ഇപ്പോഴത്തെ ജനറേഷനാണ്, പ്രസന്റ് ജനറേഷനാണ്. ഞാൻ എൻ്റെ പല സ്പീക്കേഴ്സിലും പറയാൻ പറ്റും ജനറേഷൻ എന്ന് പറയുന്നത് 25 കൊല്ലം കൊണ്ട് മാറുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പാസ്റ്റ് ജനറേഷനാണ്, കഴിഞ്ഞ ജനറേഷനാണ്. നിങ്ങളാണ് പുതിയ ജനറേഷൻ. ഈ ന്യൂ ജനറേഷൻ നമ്മൾ ഈ കൊടുക്കുന്ന ഇന്നത്തെ എൻകറേജ്മെന്റിനൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് കൊടുക്കേണ്ടത് മോട്ടിവേഷനാണ്, എൻകറേജ്മെന്റാണ്. അതിന് നമ്മൾ ഞാനിന്ന് ഗുരുദേവനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാനത് പറഞ്ഞത് പാവമാന മന്ത്രമായി നമ്മൾ പറയുന്നത് മാതാപിതാവ് ഗുരു ദൈവം എന്നാണ്. മാതാവ് പിതാവ് ഗുരു കഴിഞ്ഞ് മാത്രമേ നമ്മൾ ദൈവത്തിന് സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. ആദ്യം അമ്മ പിന്നെ അച്ഛനും അമ്മയാണ് ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴും വീട്ടിലാണ്, തുടക്കം തന്നെ. ആ തുടക്കം നന്നായാൽ തന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഞാനിത് എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കുട്ടികളെ എല്ലാം നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഇന്ന രീതിയിൽ പോകുമെന്ന് നമ്മൾ കുറ്റം പറയുകയാണെങ്കിൽ ആ കുറ്റം മാതാവിന്റെയും പിതാവിന്റെയും ഗുരുക്കളുടെയും കാഴ്ച കൊടുക്കുക. അവിടെയാണ് ഈ ബ്ലെയിം സ്റ്റാർട്ട്സ് ദെയർ ഡോർ എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇനിയുള്ള ജനറേഷൻ നമ്മൾ നയിക്കുന്ന സമയത്ത്, നമ്മളിപ്പോഴത്തെ പ്രസന്റ് ജനറേഷൻ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത്, മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാവും ഓരോ പിതാവും ഓരോ ഗുരു ഓരോ ടീച്ചർ അവർക്ക് ഒരു റോൾ മോഡൽ ആകാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ആ കപ്പാസിറ്റി ബിൽഡിംഗ് എന്നാണ് പറയുന്നതാണ് നേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അവർക്കൊരു റോൾ മോഡൽ ആവുകയാണെങ്കിൽ കുട്ടികൾ വേറെ എവിടെയെങ്കിലും പോയി വ്യാപനം തേടേണ്ട കാര്യമില്ല. കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ജീവിതം എന്ന് പറയുന്നതാണ് ഹരം. ഈ ഡ്രഗ്സും ആൽക്കഹോളും അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒന്നുമല്ല. ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് ഹരം. ജീവിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഹരം. ഏറ്റവും ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിക്കുക എന്നുള്ളത്. അത് നമ്മൾ ഈ പറയുന്ന ഡ്രഗ്സിനോ അല്ലെങ്കിൽ ആൽക്കഹോളിനോ അല്ലെങ്കിൽ സ്മോക്കിങ്ങിനോ അടിയറോ പറയുന്നവരല്ല, നമ്മളാരും തന്നെയല്ല. അപ്പൊ ഈ കുട്ടികളൊക്കെ ഒരു ത്രെഷോൾഡിലേക്ക് നിൽക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ ജീവിതത്തിലേക്ക് കാലുവയ്ക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇതുവരെ സത്യം പറഞ്ഞ ഒരു സ്കൂളിലെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് അവര് വളരെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് നല്ല പേരൻസിന്റെയും നല്ല ഗുരുക്കന്മാരുടെയും ഒരു ശിക്ഷണത്തിലും അവരുടെ ഒരു കെയറിലും മിക്കവാറും കുട്ടികൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെങ്കിലും അവരങ്ങനെ വളർന്നു വരുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഇനിയാണ് അവരുടെ ജീവിതത്തിനെ കാണാൻ പോകുന്നത്. അവർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മൾ ഏറ്റവും നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് റോൾ മോഡൽ ആവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കേഷനിൽ ഞാൻ വിചാരിച്ചത് ഇത് ഹൈലൈറ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. കാരണം കുട്ടികളോടെല്ലാം എനിക്ക് സംസാരിക്കാൻ ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് പേരൻസിനും ടീച്ചേഴ്സിനോടും കൂടെ തന്നെയാണ്. അടുത്ത ഈ ഒരു ജനറേഷൻ നമുക്ക് മുന്നോട്ട് നയിക്കണം. നമ്മൾ വിചാരിക്കുന്ന ആ തിന്മകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രാപ്തരാണ്. ഇവിടെ A+ മുഴുവൻ വിഷയങ്ങൾക്ക് നേടിയ ഒരു കുട്ടിക്ക് അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടിക്ക് ലഭിക്കുന്ന ആക്സസിബിലിറ്റി, ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക്, ആഗ്രഹിക്കുന്ന കോളേജിലേക്ക്, ആഗ്രഹിക്കുന്ന ബയോമാക്സോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ അവരിഷ്ടപ്പെടുന്ന കോഴ്സിലേക്ക് ഈ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള മാർക്കുള്ള കുട്ടികൾക്ക് പോലും
ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. But there is a huge disparity when we talk about the general education system of Kerala, and we are always very proud of Kerala being ahead of many other institutions and many other states in India. We always boast of our system of education. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ, SSLC കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു അഭാവം കുട്ടികൾക്ക് ലഭിക്കേണ്ടതായിട്ടില്ല. എന്തുകൊണ്ടാണ് മുഴുവൻ A+ നേടിയ ഒരു കുട്ടി സേക്രഡ് ഹാർട്ട് സ്കൂളിൽ ഒരു ഉദാഹരണത്തിന് SSLC കഴിഞ്ഞാൽ അതേ സ്കൂളിൽ കുറച്ചു പേർക്ക് അതേ മാർക്ക് ഉള്ള കുറച്ചു പേർക്ക് കിട്ടുന്നു, കുറച്ചു പേർക്ക് കിട്ടുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനുള്ള അവർ മെറിറ്റിൽ ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം മെറിറ്റിൽ ഏറ്റവും മികച്ച ആളുകളെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പലപ്പോഴും കോടതികളുടെ ഒരു ഇന്റർവെൻഷൻ, സാറിനെ പോലുള്ള ആളുകൾ ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയിലൂടെ ചെയ്യാറുണ്ട്. ഈ നഗരത്തിൽ പലപ്പോഴും ഭരണാധികാരികൾ പരാജയപ്പെടുന്ന സ്ഥലത്ത് ഒരു രക്ഷകനായി അങ്ങ് പലപ്പോഴും എത്താറുണ്ട്. പലപ്പോഴും താങ്കളുടെ ഒരു കത്ത് കൊണ്ടോ ഒരു ഇന്റർഫിയറൻസ് കൊണ്ടോ ഒരു ഇന്റർവെൻഷൻ കൊണ്ടോ അതിന് വലിയ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഒരു ഗ്രോയിങ് സിറ്റിയായ കൊച്ചിക്ക് ഞങ്ങൾക്ക് പലപ്പോഴും അത് അനുഭവിക്കാൻ ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉയർന്ന മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് ഇന്നും ഈ ഹാളിൽ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ രീതിക്ക് മാറ്റം വരുത്തേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ മേക്കേഴ്സായ ഞങ്ങളുടെ ഇടപെടലിനോടൊപ്പം തന്നെ ഒരു സാധാരണക്കാരൻ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു രക്ഷകർത്താവ് എപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ കോടതികളെയും നീതിന്യായ വ്യവസ്ഥിതിയുമാണ്. അപ്പോൾ താങ്കളുടെ ഇന്റർഫിയറൻസിൽ ഈ ഒരു കാര്യവും കൂടി മനസ്സിലുണ്ടാകും. ഒരു ചെറിയൊരു 2 ലൈനിൽ പാട്ട് പാടാം നിങ്ങൾക്ക്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് വിദ്യാഭ്യാസം. അത് നമ്മൾ എത്ര നേടിയാലും നമുക്ക് മതിയാവില്ല, എത്ര കിട്ടിയാലും നമുക്ക് തികയില്ല. പിന്നെ പിന്നെ നമുക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ചിപ്പൂതം തുമ്പപ്പൂക്കളമണിയേണ്ടേ തറവാടിൻ തിരുമുറ്റത്ത് ഒന്നിച്ചൊത്തു രസിക്കേണ്ടേ മനസ്സിൽ തിരുവോണം മതിലുകളില്ല ഓണം വീണ്ടും വരുമെന്നോതും മനമോടെ ഓണപ്പുലരിൽ കോടിയുടുക്കും മാവണി മക്കൾ കുഞ്ഞു പൂക്കൾ ഊഞ്ഞാലാട്ടാൻ പൊന്നു